السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുർ റഹീമായ അള്ളാഹു അവന്റെ ഉത്തമരായ അടിയാറുകളിൽ ഉൾപ്പെട്ട് ജീവിക്കാനും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം ഏറ്റവും നല്ല ദിവസമായി അവരിലേക്ക് എത്താനും അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹുകൾക്ക് നൽകുന്ന പ്രതിഫലം ലഭിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അതിന് നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ വലിയ കൂലിയുള്ളതാക്കി അള്ളാഹു നിശ്ചയിക്കട്ടെ. ആമീൻ. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരികയും നമ്മുടെ പ്രവർത്തന രംഗത്തിൽ യാതൊരു തളർച്ചയും തകർച്ചയും ഇല്ലാതെ മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു സഹായിക്കുകയും ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യ കാലഘട്ടം, അതാണ് ഇന്നത്തെ വിഷയം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. وإذ قال ربك للملائكة, മുഹമ്മദ് നബിയെ, അങ്ങയുടെ നാഥൻ മലക്കുകളോട് പറഞ്ഞ ഒരു രംഗമുണ്ട്. അതിനെക്കുറിച്ച് ജനങ്ങൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കണം. എന്ത് പറഞ്ഞു? ഇന്നി ജാഇലും ഫിൽ അർളി, ഞാൻ ഭൂമി ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്നു ഖലീഫത്തൻ, ഒരു പ്രതിനിധിയെ. ആ പ്രതിനിധിക്ക് പണി ഭൂമി ലോകത്ത് ജനങ്ങളിൽ എൻ്റെ വിധികൾ നടപ്പാക്കലായിരിക്കണം. അമ്പിയാക്കൾ അടങ്ങുന്ന സമൂഹത്തെയും ആ സമൂഹത്തെ നയിക്കാനുള്ള അമ്പിയാക്കളെയും പണ്ഡിതന്മാരെയും ഇവരൊക്കെ ഖലീഫത്ത് എന്നതിൽ ഉൾപ്പെടുന്നു. ചുരുക്കം, മനുഷ്യനെ പടക്കാൻ ഉദ്ദേശിക്കുന്നു. മനുഷ്യരുടെ ഭരണം അള്ളാഹു ഉദ്ദേശിച്ച, അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിലാവണം. എനിക്കൊരു പ്രതിപുരുഷനെ പടക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ അവരോട് അഭിപ്രായം തേടുകയാണ്. ഇങ്ങനെ ഉദ്ദേശിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നേരത്തെ ഇവിടെ ബനുൽ ജാന്നി എന്നൊരു വിഭാഗം വസിച്ചിരുന്നു. അവർ ഇവിടെ വലിയ കലാപങ്ങളും കുഴപ്പങ്ങളും രക്തച്ചൊരിച്ചിലുകളും കൊലകളും ഒക്കെ നടത്തി വളരെ അസമാധാനത്വം ഉണ്ടാക്കിയവരാണ്. അതായിരുന്നു മലക്കുകൾ നേരത്തെ ഭൂമി ലോകത്ത് ജീവിച്ചിരുന്ന പടപ്പുകളിൽ നിന്ന് കണ്ടത്. അതനുസരിച്ച് അവർ മറുപടി പറഞ്ഞു. ഖാലു, മലക്കുകൾ പറഞ്ഞു, അത്തജഅലു ഫീഹ, ഭൂമിയിൽ നീ ആക്കുകയാണോ? മൻ യുഫ്സിദു ഫീഹ, ഭൂമിയിൽ കലാപമുണ്ടാക്കുന്നവരെ നീ സൃഷ്ടിക്കുകയാണോ? വയസ്ഫിക്കു ദിമാ, രക്തത്തെ ചൊരിക്കുകയും ചെയ്യും. രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന വിഭാഗത്തെയും നീ പടക്കുകയാണോ? നേരത്തെ അങ്ങനെ ഒരു അനുഭവം ഇവർക്കുണ്ടായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഉത്തരം പറയാൻ കഴിയും. അങ്ങനെ അന്ന് അവർ കലാപമുണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി. അതിശക്തമായ കുഴപ്പമായപ്പോൾ മലക്കുകൾ ഇറങ്ങി അവരെ മുഴുവൻ ഇവിടെ നാട്ടിയോടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വീപുകളിലേക്കും വാസമില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ അയച്ചു. അവനെ ഛിന്ന ഭിന്നമാക്കി. ഇങ്ങനെ ഒരു കാര്യം നടന്നതിന് ശേഷം ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ അവർക്ക് പറയാനുണ്ടായിരുന്ന ഉത്തരം ഇത് തന്നെയാണ്. വനഹ്നു നുസബ്ബിഹു, ഞങ്ങളാണെങ്കിലോ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിഹംദിക, നിന്നെ സ്തുതിച്ചുകൊണ്ട്. എല്ലാ സമയത്തും നിനക്ക് തസ്ബീഹ് ചെല്ലാനും നിനക്ക് ഹംദ് ചെല്ലാനും ഞങ്ങൾ സന്നദ്ധരാണ്. അത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് ചെല്ലുന്നുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി വനുഖദ്ദിസു ലക, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് എന്തിന് ഇനി ഒരു വിഭാഗത്തെ ഇവിടെ പടക്കണം എന്ന എതിരഭിപ്രായം അവർ രേഖപ്പെടുത്തി. ഖാല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നി അഅലമു, തീർച്ച ഞാൻ അറിയും, മാലാ തഅലമൂന, നിങ്ങൾ അറിയാത്തതിന്. നിങ്ങളിപ്പോൾ ഇതിന്റെ ദൂഷ്യവശങ്ങൾ മാത്രമാണ് കണ്ടത്, എന്നാൽ ഇതിന്റെ ചില ഗുണവശങ്ങളുണ്ട്. ആ ഗുണവശങ്ങൾ ഞാൻ അറിയും. അത് നിങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്യും. എത്ര വലിയവനായിരുന്നാലും ഒരു കൂടിയാലോചന അനിവാര്യമാകുന്നു. ആ കൂടിയാലോചിക്കുന്നവൻ വലിയവനാണെങ്കിൽ തന്നെ ചെറിയവരോട് കൂടിയാലോചിക്കണം.
അതിന്റെ ഗുണം ഒരുപക്ഷെ അയാളിൽ നിന്ന് നല്ലൊരു അഭിപ്രായം വരും, അതായിരിക്കും. ഒന്നുമല്ലെങ്കിൽ എന്നോട് ആലോചിച്ചല്ലോ എന്നുള്ള ഒരു നല്ല മനസ്സായിരിക്കും. ഇങ്ങനെ പല ഗുണങ്ങളും അള്ളാഹു ഇതിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മലക്കുകളോട് അഭിപ്രായം ചോദിക്കുകയും, എന്നാൽ ഈ ചോദിക്കപ്പെട്ടവരെ അവർക്ക് തിരിഞ്ഞതല്ലേ പറയാൻ പറ്റൂ, അവരത് പറയുകയും വേണം. അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് അത് തന്നെ നടപ്പാക്കണം എന്നൊന്നുമില്ല. അങ്ങനെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഏറ്റവും നല്ല കാര്യമാണ് നടപ്പാക്കേണ്ടത്. അതനുസരിച്ച് അള്ളാഹു അവസാനം പറഞ്ഞു, നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളെയും ഞാൻ അറിയും. നിങ്ങൾ ഈ പ്രതിനിധിയെ പടച്ചാലുണ്ടാകുന്ന ദുരന്തം അത് മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നാൽ അതിന് കുറെ ഗുണകാര്യങ്ങളുണ്ട്, അത് ഞാൻ അറിയുന്നു. അതനുസരിച്ച് ഞാൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് സൃഷ്ടിക്കുക തന്നെ ചെയ്യുന്നു എന്ന് അള്ളാഹു പറയുകയും അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുകയും ചെയ്തു. അപ്പോ മലക്കുകള് അവർ തമ്മിൽ വളരെ സ്വകാര്യമായിട്ട് പറഞ്ഞു, അള്ളാഹു ഒരു ഇബാദത്ത് ഇവിടെ കൊണ്ടുവന്നാലും നാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമായല്ലോ, നമുക്ക് പഴക്കമുണ്ട്. നാം ആണെങ്കിലോ ഇബാദത്തല്ലാത്ത മറ്റൊരു കാര്യവും നാം നിർവഹിക്കാറില്ല, ഇങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇനി അള്ളാഹു ഒരു ഇബാദത്തെ പടക്കുന്നുവെങ്കിൽ അവര് നമ്മേക്കാൾ ഉയർന്നവരാകില്ല എന്ന് അവരുടെ ഇടയിൽ ഒരു ചെറിയ അഭിപ്രായം നടന്നു. അള്ളാഹു അതിനെ തിരുത്തി. എന്നിട്ടോ وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. وعلم آدم ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു അൽ അസ്മാ, ആ മുഴുവൻ വസ്തുക്കളെയും അതിന്റെ പേരുകളെയും പഠിപ്പിച്ചു. കുല്ലഹ, ഒന്നൊഴിയാതെ. ലോകത്തുണ്ടാകുന്ന ചെറുതും വലുതും ആയ എല്ലാ വസ്തുക്കളെയും ആ വസ്തുക്കളുടെ പേരുകളെയും ഏതെല്ലാം ഭാഷകളിൽ അതിന് ഏതെല്ലാം പ്രയോഗമുണ്ട് ഇതെല്ലാം പഠിപ്പിച്ചു. ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാം പഠിപ്പിച്ചു. സുമ്മ അറളഹും, പിന്നെ ആ വസ്തുക്കളെ അള്ളാഹു വെളിവാക്കി. അലൽ മലായികത്തി, മലക്കുകളുടെ മേൽ വെളിവാക്കി. ഈ വസ്തുക്കളൊക്കെ അള്ളാഹു പടച്ചിട്ട് ആ വസ്തുക്കളൊക്കെ അള്ളാഹു പിന്നെ മലക്കുകളുടെ മേൽ വെളിവാക്കി. ഇപ്പൊ കാല, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അംബിഊനി, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ. എനിക്ക് അറിയിച്ചു തരാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് അറിയുമോ എന്ന് നോക്കാനാണ്. അംബിഊനി, എനിക്ക് നിങ്ങൾ അറിയിച്ചു തരൂ. ബി അസ്മായി ഹാവുലായി, ഈ വസ്തുക്കളുടെ പേരുകൾ ഒന്ന് പറഞ്ഞു തരൂ. ഇൻ കുന്തും സ്വാദിഖീന, നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് സത്യമാണെങ്കിൽ. എന്താ? ഞങ്ങളെക്കാൾ ഉന്നതരായ, നമ്മേക്കാൾ മേലെയുള്ളവരായ ഒരു വിഭാഗത്തെ അള്ളാഹു പടക്കില്ലെന്ന് നിങ്ങളൊരു സ്വകാര്യം പറഞ്ഞല്ലോ. ആ പറഞ്ഞത് സത്യമെങ്കിൽ നിങ്ങൾ ഈ വസ്തുക്കളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു തരൂ എന്ന് അള്ളാഹു അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞാൽ അവർക്ക് എന്താ പറയാണ്ടാകുക? ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുക? അവർക്ക് നേരത്തെ അതിന്റെ പേര് വിവരമോ ഈ വസ്തുക്കളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരമോ പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത് തന്നെ സംഭവിച്ചു. അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് അവര് തുറന്നു പറഞ്ഞു. അതാണ് ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഖാലു, ആ മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക, പടച്ചവനെ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് തെറ്റിപ്പോയി, അതതിന്റെ അർത്ഥം. നീ പരിശുദ്ധനാകുന്നു, നീ എന്ത് ചെയ്താലും ആ വിഷയത്തിൽ നീ ശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ഞങ്ങൾ തെറ്റ് സമ്മതിക്കുന്നു. ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് യാതൊരുവിധ അറിവുമില്ല. ഇല്ലാമ അല്ലംതന, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ. ഈ വസ്തുക്കളെ അതിന്റെ പേര് വിവരമോ അതിനെക്കുറിച്ചുള്ള വിശദമോ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത് സംബന്ധമായിട്ട് യാതൊരു വിവരവും ഞങ്ങൾക്കില്ല. നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇന്നക, തീർച്ചയായും നീ, അന്ത, നീ തന്നെ, അൽ അലീമു, എല്ലാം അറിയുന്ന സർവജ്ഞൻ നീ മാത്രമാകുന്നു. അൽ ഹക്കീമു, ആവശ്യാനുസരണം ഓരോ കാര്യത്തെയും പ്രവർത്തിക്കുന്ന ഹിക്മത്തുള്ള പ്രവർത്തകൻ നീ മാത്രമാകുന്നു. മലക്കുകൾ അള്ളാഹുവോട് വെട്ടിത്തുറന്ന് പറഞ്ഞു. ഖാല യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ.
ഖാല അല്ലാഹു തആല പറഞ്ഞു, യാ ആദമു, ഓ ആദമേ, അംബിഹും, ഈ മലക്കുകൾക്ക് നീ പറഞ്ഞു കൊടുക്കൂ, ബി അസ്മായിഹിം, ഈ വസ്തുക്കളുടെ പേരുകൾ പറഞ്ഞു കൊടുക്കൂ. എല്ലാ വസ്തുക്കളുമുണ്ട്, ആ വസ്തുക്കളുടെ പേരുകൾ പറഞ്ഞു കൊടുക്കാൻ ആദം നബിയോട് അള്ളാഹു നിർദ്ദേശിച്ചു. ആദം നബി ഒരു തല മുതൽ മറ്റേ അറ്റം വരെ മുഴുവൻ വസ്തുക്കളുടെയും പേര് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ലമ്മ അംബഅഹും, അങ്ങനെ ആദം നബി അലൈഹിസ്സലാം ആ മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ, ബി അസ്മായിഹിം, ഈ വസ്തുക്കളുടെ മുഴുവൻ പേര് വിവരങ്ങൾ അറിയിച്ചു കൊടുത്തപ്പോഴെന്തായി? ഇവർ പറയുന്നതിന്റെ എതിരാണ്, ഇവർ നേരത്തെ മനസ്സിലാക്കിയതിന്റെ എതിരാണ് ഇപ്പൊ സംഭവിച്ചത്. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായ അറിവുള്ളവരായ വിഭാഗത്തെ അള്ളാഹു പടക്കുമോ എന്ന സംശയം അസ്ഥാനത്തായി പടച്ചു. ഖാല, അള്ളാഹു തആല അപ്പോൾ ചോദിച്ചു, അലം അഖുല്ലക്കും, അതല്ല മലക്കുകളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്നി അഅലമു, തീർച്ചയായും ഞാൻ അറിയുമെന്ന്, ഗൈബസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലെയും ഭൂമികളിലെയും അഗോചരമായ അദൃശ്യമായ കാര്യങ്ങളെ ഞാൻ അറിയുമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? വഅലമു, ഞാൻ ഏറ്റവും അറിയുന്നവനാകുന്നു, മാ തുബ്ദൂന, നിങ്ങൾ വെളിവാക്കുന്ന കാര്യങ്ങളെ, വമാ കുന്തും തക്തുമൂന, നിങ്ങൾ മറച്ചു വെക്കുന്ന കാര്യങ്ങളെ ഞാൻ അറിയുന്നവനാകുന്നു, ഇത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളിപ്പോ രഹസ്യമായിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, എന്താ, ഞങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ആരെയും പടക്കില്ല. നിങ്ങൾ വെളിവാക്കിയൊരു കാര്യം ഉണ്ടല്ലോ, എന്തിനാണ് ഈ കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരെ ഇവിടെ സൃഷ്ടിക്കുന്നത്? ഇതെല്ലാം ഞാൻ അറിയും. ആകാശ ഭൂമികളിലുള്ള സർവ രഹസ്യമായ കാര്യങ്ങളെയും ഞാൻ അറിയും. അതുകൊണ്ട് ഈ മനുഷ്യനെ പടക്കുന്നത് തീർച്ചയായും ഗുണകരമായ ഒരുപാട് വശങ്ങൾ അതിലുണ്ട്. നിങ്ങൾക്കറിയാത്ത ആലിമാണ് ഇദ്ദേഹം എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം ഉന്നതനാണെന്നും ഇവർക്ക് ആ സ്ഥാനം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ബോധ്യപ്പെട്ടു. ഒന്ന്, ആദം നബി അലൈഹിസ്സലാം ഈ വസ്തുക്കളുടെ പേരുകൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദായി മാറി. രണ്ട്, ഇവരൊക്കെ ആദം നബിയുടെ ശിഷ്യന്മാരുമായിട്ട് മാറി. ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. വഇദ്ഖുൽന, നാം പറഞ്ഞു, അള്ളാഹു പറയാണ്, ഞാൻ പറഞ്ഞതായ സന്ദർഭത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഉമ്മത്തിന് വിശദീകരിച്ചു കൊടുക്കണം. ഇതൊന്നും ഞാൻ പറയുന്നത് എന്റെ വകയിലല്ല, എനിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വഹി അനുസരിച്ചാണ്. ഈ സംഭവങ്ങളൊക്കെ മുൻകാലത്തെ കിതാബുകളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ കിതാബ് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ കിതാബ് കൊണ്ട് വിശ്വസിക്കൽ അനിവാര്യമാണ്. മാത്രമല്ല, ഈ ദീന് ശരിയാണ് എന്നതിനും ഈ കിതാബ് വാസ്തവമാണ് എന്നതിനും ഈ റസൂലുള്ള സത്യത്തിന്റെ ആളാണ് എന്നതിനും തെളിവാണ് ഇതൊക്കെ. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് അള്ളാഹു ഈ സംഭവങ്ങളൊക്കെ അറിയിക്കുന്നത്. വഇദ് ഖുൽനാ ലിൽ മലായികത്തി, മലക്കുകളോട് ഞാൻ പറഞ്ഞതായ സന്ദർഭം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഉസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യൂ. ഉസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യൂ. ലി ആദമ, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യൂ എന്ന് മലക്കുകളോട് നാം പറഞ്ഞു. ഫസജദു, അവർ എല്ലാവരും സുജൂദ് ചെയ്തു. ആരും മടിച്ചു നിൽക്കാതെ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് അന്ന് മനുഷ്യരുടെ കൂട്ടത്തിൽ, മലക്കുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, മലക്കുകൾപ്പെട്ടവനല്ല. മലക്കുകൾ വസിച്ചിരുന്ന സ്ഥലത്ത് അവനും വസിച്ചിരുന്നു. അള്ളാഹുവിന് അങ്ങേയറ്റം ഇബാദത്ത് ചെയ്തിരുന്നു, വളരെ മുന്തിയവനായിരുന്നു. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു കിഴങ്ങുണ്ടായിരുന്നു, അഹങ്കാരം എന്നൊരു സംഗതി ഉണ്ടായിരുന്നു. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ ആ കൽപ്പനയിൽ ഇവനും ഉൾപ്പെട്ടിരുന്നു, അവനും ചെയ്യേണ്ടതാണ് സുജൂദ്. പക്ഷേ മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴി. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, അവൻ അതിൽ നിന്ന് മാറി നിന്നു. അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ അഹങ്കാരിയായി തീരുകയും ചെയ്തു. അള്ളാഹുവിന്റെ മുന്നിലാണ് അഹങ്കരിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന ഏതായിരുന്നാലും അത് സ്വീകരിക്കേണ്ട ഇവൻ അഹങ്കരിച്ചു കൊണ്ട് നിന്നു. വക്കാന, അവനായിരുന്നു മിനൽ കാഫിരീന, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അവൻ നേരത്തെ തന്നെ കാഫിറായിരുന്നു. അത് ഇപ്പോഴാണ് പ്രകടമായത് എന്ന് മാത്രം. എന്തെല്ലാം സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായി. ആദം നബി അലൈഹിസ്സലാമിനെ പടക്കാൻ അള്ളാഹു തീരുമാനിച്ചപ്പോൾ മലക്കുകളോട് കൂടിയാലോചന നടത്തി, അവരുടെ എതിരഭിപ്രായം കേട്ടു. എന്നാലും അള്ളാഹു ചെയ്യാനുള്ള കാര്യം ചെയ്തു. അതിനുശേഷം മലക്കുകൾ അവരെ പറ്റി ആദമിനേക്കാൾ ഉന്നതരാണ് അവരെ എന്ന് മനസ്സിലാക്കിപ്പോയി. അത് തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി.
അതിനുശേഷമായിട്ട് ആദം നബിയെ വന്ദിക്കാൻ വേണ്ടിയിട്ട് മലക്കുകളോടൊക്കെ പറഞ്ഞു. അതിൽ ഇബ്ലീസും ഉൾപ്പെട്ടിരുന്നു. അവൻ സുജൂദിൽ നിന്ന് മാറി നിന്നു. അവന്റെ അഹങ്കാരം പ്രകടമായി. അനന്തരം അവൻ നേരത്തെ അവിശ്വാസിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടു. വക്കാന, അവൻ നേരത്തെ തന്നെ ആയിരുന്നു മിനൽ കാഫിരീൻ, അവിശ്വാസികളിൽപ്പെട്ടവനായിരുന്നു. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. അങ്ങനെ മനുഷ്യനെ പടച്ചു. മനുഷ്യരിൽ നിന്ന് ആദ്യത്തെ വരെ പടച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു. ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് തന്റെ ഭാര്യയായ ഹവ്വാ ബീവിയെയും അള്ളാഹു പടച്ചു. ഇപ്പോൾ 2 പേരുണ്ട്. ഈ 2 പേരെ അള്ളാഹു സ്വർഗലോകത്താണ് താമസിപ്പിച്ചത്. നാം പറഞ്ഞു, യാ ആദം, ഓ ആദം നബിയെ, ഉസ്കുൻ അന്ത, നിങ്ങൾ വസിക്കുക, വസൗജുക, നിങ്ങളുടെ ഇണയും, ഹവ്വാ ബീവി, അൽ ജന്നത്തായി സ്വർഗലോകത്തിൽ താമസിക്കൂ. കുലാ മിൻഹ, ഈ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കൂ, റഗദൻ, വിശാലമായ രൂപത്തിൽ, യാതൊരുവിധ തടസ്സവുമില്ലാതെ, വാസിഅൻ ലാ ഹജറ ഫീഹി എന്നർത്ഥം, യാതൊരു തടസ്സവുമില്ലാതെ വിശാലമായ നിലക്ക് നിങ്ങൾക്ക് ഭക്ഷിക്കാം. എവിടെ നിന്ന് ഭക്ഷിക്കണമെന്നോ, എത്ര ഭക്ഷിക്കണമെന്നോ, എപ്പോൾ ഭക്ഷിക്കാമെന്നോ നിയമങ്ങളൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഹൈസു ശിഅ്തുമാ, നിങ്ങൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നൊക്കെ ഭക്ഷിക്കാം. എപ്പോഴൊക്കെയാണോ വിചാരിക്കുന്നത് അപ്പോഴൊക്കെ ചെയ്യാം എന്ന് അള്ളാഹു പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, വലാ തഖറബ, നിങ്ങൾ 2 പേരും അടുക്കരുത്, ഹാദിഹി ഷജറത്ത, ഈ വൃക്ഷത്തോട് അടുക്കരുത്. ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. അത് ഏത് വൃക്ഷമായിരുന്നു? അത് സ്വർഗത്തിലെ ഒരു പ്രത്യേക വൃക്ഷം. അത് ചിലപ്പോൾ മുന്തിരി ആയിരിക്കാം സ്വർഗത്തിലെ, അല്ലെങ്കിൽ അവിടുത്തെ ഗോതമ്പായിരിക്കാം. പല അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു ഒരു മരത്തെ തൊട്ട് ഇവരെ വിലങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് അടുത്താലോ ഫതകൂന, നിങ്ങൾ ഇരുവരുമായിത്തീരും, മിനൽ ളാലിമീന, ളുൽമ് ചെയ്യുന്ന, ക്രമം തെറ്റിയവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകും, ക്രമരഹിതരായി പോകും. അത് ചെയ്യരുത്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എതിർ പ്രവർത്തിക്കുക എന്നൊരു സംഗതി അതിൽ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത് എന്ന് അവരോട് വിലക്കിയിരുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചത് സ്വർഗലോകത്തിൽ സ്ഥിരമായിട്ടുള്ള താമസത്തിനല്ല. അങ്ങനെ ഒരു താമസമുണ്ട്, അത് പിന്നീടാണ്. ഇപ്പോൾ അള്ളാഹു സ്വർഗത്തിൽ പടച്ചിട്ടുള്ളത് സ്വർഗത്തിലേക്കായിട്ടല്ല. കാരണം ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമി ലോകത്തേക്ക് ഞാൻ ഒരു പ്രതിപുരുഷനെ പടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിനെ പറ്റി ഒരു ചോദ്യമല്ല, സ്വർഗത്തിൽ ആക്കിയതിനെ പറ്റി പിന്നെ ചോദിക്കാനാണ്. ഭൂമിയിലേക്ക് വേണ്ടിയിട്ടാണ് പടച്ചിട്ടുള്ളത്. ആ പടച്ചത് അവിടെയാണ് അന്ന് പടച്ചിട്ട് അവിടെ കുറച്ച് താമസിപ്പിച്ചു. എന്നിട്ട് ഒരു കാരണം കിട്ടിയതിന് ശേഷം അങ്ങോട്ട് പോരാന്ന് വെച്ചു. അങ്ങനെ ഒരു ചെറിയ കാരണം ഉണ്ടാക്കി വിട്ടതാണ്. ഇതൊക്കെ ഉണ്ടാകുമെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചതാണ്. ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. അങ്ങനെ ഇവരോട് വിലക്കിയിരുന്നു, ആ വൃക്ഷത്തിലേക്ക് അടുക്കരുത് എന്ന്. ചുരുക്കമല്ലേ പറയണ്ടു. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. فأزلهما, അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും തെറ്റിച്ചു അശ്ശൈത്താനു, പിശാച്, ഇബ്ലീസ് പണിപ്പെട്ടു. എന്നിട്ട് അവൻ ഉദ്ദേശിച്ച മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. അൻഹ, സ്വർഗത്തെ തൊട്ട്. സ്വർഗത്തിലാണ് ഇവരുള്ളത്. ആ സ്വർഗത്തിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ടുള്ള പണി, ഇവരെ പുറത്തിയാടിക്കാനുള്ള പണി ഇബ്ലീസ് എടുത്തു. എന്താ ചെയ്തത്? അവൻ വന്നിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി, ഈ സ്വർഗത്തിൽ എന്നുമെന്നും താമസിക്കാൻ പറ്റുന്ന ഒരു വൃക്ഷമുണ്ട്, ഞാൻ അത് നിനക്ക് അറിയിച്ചു തരട്ടെ. അത് കേട്ടാൽ ആരാ വേണ്ടെന്ന് പറയാ? ഹവ്വാ ബീവിയോടെ പറഞ്ഞു, പെണ്ണിനോടെ പറഞ്ഞത്. അത് കേട്ടപ്പോ മാത്രമല്ല, അവൻ വഖാസമഹുമാ ഇന്നി ലക്കുമാ ലമിനന്നാ സ്വഹീൻ, ഇബ്ലീസല്ലേ, കള്ളസത്യം എത്രയും ചെയ്യാലോ, കൊട്ടക്കണക്കിന് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഗുണമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഒരു നിലക്കും നിങ്ങൾക്ക് യാതൊരു നാശവും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉള്ളത് എനിക്ക് തിരിഞ്ഞത് പറയണ്ടേ, അത് പറഞ്ഞു എന്ന് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിശ്വാസത്തിലെടുത്തു. അങ്ങനെ വന്നപ്പോൾ
ഹവ്വാ ഉമ്മ ബീവി ആ വൃക്ഷത്തിൽ ചെന്നിട്ട് കായ പൊട്ടിച്ചു ഭക്ഷിച്ചു. ആദം നബിയോടും ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹവ്വാ പറഞ്ഞു. അങ്ങനെ ആദം നബിയും ഭക്ഷിച്ചു. അങ്ങനെ ഫഅഖ്റജഹുമാ, അവർ രണ്ടുപേരെയും അള്ളാഹു പുറപ്പെടുവിച്ചു. മിമ്മാ കാന ഫീഹി ഫഅഖ്റജ, അള്ളാഹു പുറപ്പെടുവിച്ചു, അല്ലെങ്കിലോ ഇബ്ലീസ് പുറപ്പെടുവിച്ചു. ഇബ്ലീസ് മുഖേന അള്ളാഹു ആണ് പുറപ്പെടുവിക്കുന്നത്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കാരണമായത് അവനാണ്. അപ്പൊ ഇബ്ലീസ് എന്ന് വെക്കാം, അല്ലെങ്കിൽ അള്ളാഹു. ഫഅഖ്റജ, അങ്ങനെ ഇബ്ലീസ് പുറപ്പെടുവിച്ചു. ഹുമ, അവർ രണ്ടുപേരെയും മിമ്മാ കാന ഫീഹി, ഏതൊന്നിലാണോ അവർ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് പുറപ്പെടുവിച്ചു. സ്വർഗീയ അനുഗ്രഹത്തിൽ നിന്ന് പുറത്തിയാടിച്ചു. അങ്ങനെ പുറത്തു വരുമ്പോൾ വഖുൽനാ, നാം പറഞ്ഞു, ഇഹ്ബിത്തു, നിങ്ങൾ ഇറങ്ങൂ, സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങൂ. ബഅലുക്കും, നിങ്ങളിൽപ്പെട്ട ചിലരെ, ലി ബഅലിൻ, മറ്റു ചിലർക്ക്, അദുവുൻ, ശത്രുക്കളാകുന്നു, ആ നിലക്ക് ഇറങ്ങൂ. ഇതുവരെ ഇവർ രണ്ടുപേരായിരുന്നു. ഫഅസല്ലഹുമ അഖ്റജഹുമ, ഹുമാ ഹുമ എന്നാ പ്രയോഗിച്ചത്, അവർ രണ്ടുപേരും എന്ന്. ഇപ്പോൾ പറഞ്ഞത് ഇഹ്ബിത്തു, നിങ്ങൾ ഇറങ്ങൂ, ബഅലുക്കും, നിങ്ങൾ എന്ന്. ആ പറയുന്നത് ആദം നബിയും ഹവ്വാ ബീവിയും രണ്ടുപേരാണെങ്കിൽ തന്നെ അവർ ഒരുപാട് ആയിരക്കോടികളുടെ മേൽ ചുറ്റിയവരാണ്. അത്രയും ആൾക്കാർ അവരിൽ അടങ്ങിയിട്ടുണ്ട്. അവരെ മുഴുവൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളൊക്കെ ഇറങ്ങൂ. ബഅലുക്കും, നിങ്ങളിൽപ്പെട്ട ചിലര്, ലി ബഅലിൻ, മറ്റു ചിലർക്ക്, അദുവുൻ, ശത്രുക്കളാകുന്നു. ഭൂമി ലോകത്ത് നിങ്ങൾ വസിക്കുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയും തർക്കവും കുഴപ്പവും ബഹളമൊക്കെ നടക്കും. അത് പതിവാണ്. ഏതാണെങ്കിലും അതിനൊന്നും പറ്റുന്ന ലോകത്തല്ല ഇപ്പോൾ നിങ്ങൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങൂ. നിങ്ങളിപ്പോ ഒരു പിഴവിൽ പെട്ടുപോയെന്ന് തിരിഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ചിലതൊക്കെ സംഭവിക്കും. അതിന് പറ്റിയ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് ഇറങ്ങും. ലക്കും, നിങ്ങൾക്കുണ്ട്, ഫില്ലാർലി, ഭൂമി ലോകത്ത്, മുസ്തഖറുൻ, മുസ്തഖറുണ്ട്. മുസ്തഖർ എന്ന് പറഞ്ഞാല് താൽക്കാലിക താമസത്തിന് പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, ദീർഘമായ കാലത്ത് താമസിക്കാനുള്ളതല്ല. മത്താവിൻ, അല്പ സുഖവും അവിടെയുണ്ട്, ഇലാ ഹീനിൻ, ഒരു സമയം വരെ. അതിന്, ആ ഭൂമിയിലെ താമസത്തിന് നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഭൂമിയിൽ താമസിക്കൂ, അത് കരുതിക്കൊണ്ട് നിങ്ങൾ ഇറങ്ങൂ എന്ന് അള്ളാഹു ആദം ഹവ്വ ദമ്പതികളോട് പറഞ്ഞു. അവര് ആരമേലെല്ലാം ചുറ്റുന്നുണ്ടോ ആ സമൂഹത്തെ മുഴുവൻ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പറഞ്ഞത്, ഇഹ്ബിത്തു, നിങ്ങൾ എല്ലാവരും ഇറങ്ങൂ എന്ന്. അങ്ങനെ അവരെല്ലാവരും ഇറങ്ങി. ഇറങ്ങിയല്ലാതെ മറ്റു മാർഗമല്ല. فَتَلَقَّى آدَمُ مِنْ رَبِّهِ كَلِمَاتٍ فَتَابَ عَلَيْهِ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ. അങ്ങനെ ഇരുവരും ഭൂമിയിലെത്തി. ഭൂമിയിൽ ഒന്നിച്ചല്ല, ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്. ഹവ്വാ ബീവി ഇറങ്ങിയത് ജിദ്ദയിലാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ജിദ്ദ എന്ന് പേര് വന്നത്. ജദ്ദത്ത് എന്നാണല്ലോ വല്യമ്മ എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുക, ജദ്ദ. അവരുടെ ഖബർ ജിദ്ദയിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു ഖബർ അവരുടേതായിട്ട് കാണിക്കപ്പെടുന്നുമുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാം ഇന്ത്യയിലാണ് ഇറങ്ങിയത്. അന്ന് ഇന്ത്യ വിശാല ഇന്ത്യയാണ്. സിലോണും കൊളംബോയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിൽ സിലോണിലാണ് ഇറങ്ങിയത്. സെറന്ദീപ് എന്നൊരു സ്ഥലമുണ്ട്. അതിനാണ് പിന്നീട് ശ്രീലങ്ക എന്ന പേര് വന്നത്. അവിടെയായിരുന്നു ആദം നബി അലൈഹി ഇസ്ലാം ഇറങ്ങിയത്. മനുഷ്യവാസം തുടങ്ങിയത് അവിടെയാണ്. അങ്ങനെ അവർ ഇരുവരും ഭൂമിയിലെത്തി. ഇനി ഇവരുടെ മനസ്സിൽ ഒരു കുറ്റബോധമാണുള്ളത്. അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തല്ലോ, ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം? അങ്ങനെ തൗബയെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് തന്റെ മനസ്സിൽ അള്ളാഹു താല തോന്നിപ്പിച്ചൊരു കാര്യമുണ്ട്, തൗബയുടെ മാർഗം. അതനുസരിച്ച് താൻ തൗബ ചെയ്തതാണ് പറയുന്നത്. ഫതലഖ ആദമു, ആദം നബി അലൈഹി സ്വലാം കണ്ടു, എത്തിച്ചു, മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന്, കലിമാത്തിൻ, മഹത്തായ ചില വചനങ്ങളെ. എന്തായിരുന്നു ആ വചനം? ഖുർആനിൽ പറയുന്നു, വഹിയ, ആ കലിമാത്ത്, റബ്ബന ലലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ, റബ്ബന ലലംന അൻഫുസന എന്നതായിരുന്നു. ആ അള്ളാഹുവെ, ഞങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു, ഞങ്ങൾ നുൽമു ചെയ്തിരിക്കുന്നു, അൻഫുസന, ഞങ്ങളുടെ നഫ്സിനോട് ഞങ്ങൾ നുൽമു ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആനിൽ ഒരിടത്ത് കാണാൻ കഴിയും. അത് തൗബയുടെ ഒരു വചനമാണ്. ഏതായിരുന്നാലും ആ വാക്കിനെ കണ്ടു എന്ന് ഖുർആനിലുണ്ട്. ഇമാം ബൈഹഖി തങ്ങൾ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ വെച്ച് തല ഉയർത്തി നോക്കിയപ്പോൾ അർശിന്റെ ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി കണ്ടു. അത് കണ്ടപ്പോൾ തന്റെ മനസ്സിൽ അതിനെ അങ്ങനെ തന്നെ പിടിച്ചു.
ഈ ഘട്ടം എത്തിയപ്പോൾ തനിക്ക് ഓർമ്മ വന്നു, ഞാൻ അന്ന് അർശിന്റെ വാതുക്കൽ ഇങ്ങനെ എഴുതി കണ്ടല്ലോ, അള്ളാഹു അവന്റെ പേരിനോട് ചേർത്തുകൊണ്ട് മുഹമ്മദ് റസൂലുള്ള എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മുഹമ്മദ് നബി അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്തവനാകുന്നു. അതുകൊണ്ട് ആ റസൂലുള്ളാനെ ഇടയാളനാക്കിയിട്ട് അള്ളാഹുവെ ഈ ആളുടെ ബഹുമതി കൊണ്ട് എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്തു. ഇങ്ങനെ അഭിപ്രായം. ഇത് രണ്ടും കൂടിയിട്ട് എതിരില്ല. എതിരാവേണമെങ്കിൽ ഇത് പറ്റുമ്പോൾ മറ്റത് പറ്റാതിരിക്കണം. വൈരുദ്ധ്യം വേണം. ഇത് രണ്ടും കൂടി ചൊല്ലി എന്നാണ് അതിനെ പണ്ഡിതന്മാർ യോജിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം തന്റെ റബ്ബിൽ നിന്ന് ചില വചനങ്ങളെ കണ്ടെത്തിച്ചു. ഫതാബ അലൈഹി, അതനുസരിച്ച് തൗബ ചെയ്തപ്പോൾ അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിന്റെ മേലെ തൗബ സ്വീകരിക്കുകയും ചെയ്തു. ഇന്നഹു, തീർച്ചയായും അള്ളാഹു തആല ഹുവ അവൻ, അത്തവ്വാബു, തൗബയെ വളരെയേറെ സ്വീകരിക്കുന്നവനാകുന്നു, അർ റഹീമു, വളരെയേറെ കരുണ ചെയ്യുന്നവനുമാകുന്നു. അള്ളാഹു മനുഷ്യനിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾക്ക് തൗബ ചെയ്താൽ അതിനെ വിട്ടുപുറത്ത് മാപ്പാക്കുന്നവനാകുന്നു. അർ റഹീമു, അവൻ കരുണ ചെയ്യുന്നവനുമാകുന്നു. അള്ളാഹുവിന്റെ കാരുണ്യമല്ലേ ഇവിടെ കാണുന്നത്? അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ, അടിമകളെ അള്ളാഹു ഉടനെ നശിപ്പിക്കുന്നില്ല എന്നത് എത്ര വലിയ കാരുണ്യമാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയിട്ട് അവനെങ്ങനെ തീറ്റിപ്പോറ്റി കൊണ്ടുവരുന്നു. അതിനിടയ്ക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് തന്നെ ഇവൻ ചെയ്യുന്നു. എന്നാൽ ഉടനെ നശിപ്പിക്കേണ്ടതല്ലേ, അള്ളാഹു അത് ചെയ്യുന്നില്ല. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഇവന് ഇനിയും തോപ ചെയ്യാനും ഈ തെറ്റിൽ നിന്ന് മടങ്ങാനൊക്കെ ഉള്ള അവസരം അള്ളാഹു നൽകുന്നു. അങ്ങനെയുള്ളവനാണ് അള്ളാഹു. അതനുസരിച്ച് അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ഈ തൗബ സ്വീകരിക്കുകയും അവന്റെ കാരുണ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ അള്ളാഹു പഠിപ്പിച്ചു. മനുഷ്യനെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് പഠിപ്പിച്ചു. അതിൽ അവസാനത്തതാണ് മനുഷ്യനിൽ നിന്ന് തെറ്റ് വരാം. ആ തെറ്റ് വന്നാൽ അതിന് പരിഹാരവുമുണ്ട്. അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് തുറന്ന മനസ്സുമായിട്ട് ചെല്ലുക, എന്നിട്ട് അവനോട് മാപ്പപേക്ഷിക്കുക. എന്നാൽ അവന്റെ ഭാഗത്തിൽ നിന്നുള്ള വിട്ടുവീഴ്ചയുണ്ടാകും, അവനിൽ നിന്നുള്ള കാരുണ്യമുണ്ടാകും. അർഹമുർ റാഹിമായ അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരട്ടെ. നമ്മെ അവന്റെ കാരുണ്യത്തിന്റെ അർഹരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.